നമസ്കാരം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഓരോ മണ്ഡലത്തിലും ഓരോ വകുപ്പിന് കീഴിലും എന്തൊക്കെയാണ് വികസനം നടത്തിയിട്ടുള്ളത് ഇത് പറയാൻ നമുക്കൊപ്പം മന്ത്രിമാരുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പമുള്ളത് വ്യവസായ മന്ത്രി ശ്രീ പി രാജീവാണ്. നമസ്കാരം. കേരളത്തിൻ്റെ വ്യവസായ മേഖലയുടെ വളർച്ച എന്നൊക്കെ പറയുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയതും പ്രശംസ നേടിയതുമൊക്കെയാണ്. അതിന് പിന്നിൽ ഈ കിഫ്ബിയുടെ എങ്ങനെയാണ് കിഫ്ബി അതിലൊരു പ്രേരകമായി മാറിയിട്ടുള്ളത്? കിഫ്ബിയുടെ സഹായം അതിലെങ്ങനെയാണ്? നമ്മുടെ വ്യവസായ മേഖലയെ സംബന്ധിച്ചുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വ്യവസായങ്ങൾക്ക് പറ്റിയൊരു മണ്ണല്ല കേരളം എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ചുമതല എടുക്കുന്ന ഘട്ടത്തിൽ 28ാമതായിരുന്നു നമ്മുടെ വ്യവസായ സൗഹൃദത്തിൽ റാങ്കിങ്. എന്നാൽ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സർക്കാർ നടത്തിയിട്ടുള്ള നിയമപരമായ മാറ്റങ്ങൾ പരിഷ്കാരങ്ങളുടെയൊക്കെ ഭാഗമായി ഒരു 10നും 15നും ഇടയിൽ നമുക്ക് റാങ്ക് കിട്ടേണ്ടതായിരുന്നു. എന്തുകൊണ്ട് 28ലേക്ക് വീണു? ലക്ഷദ്വീപിന് പോലും 15ാം റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ മെത്തഡോളജി ഓഫ് ദിസ് റാങ്കിങ്? അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ആ മെത്തഡോളജി എന്നുള്ളത് 100% ഫീഡ്ബാക്കാണ്. 100% ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് റാങ്കിങ്. അപ്പോൾ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ ഒരു വിശ്വാസം അത് നേടിയെടുക്കലാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനടുത്തും പോയി നിങ്ങളെന്താണ് ഗവൺമെൻറ്റിലും എന്ന് ഇനി പ്രതീക്ഷിക്കുന്നത്. നല്ല നിർദ്ദേശങ്ങൾ വന്നു, അഭിപ്രായങ്ങൾ വന്നു, എല്ലാ ജില്ലയിലും പോയി. അതിനടിസ്ഥാനത്തിൽ കുറേയേറെ ലെജിസ്ലേറ്റീവ് റിഫോംസ് എടുത്തു, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എടുത്തു, അതുപോലെ തന്നെ റൂൾസ് അമെൻമെൻറ്റ് വരുത്തി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല മാറ്റം സംരംഭകരിലുണ്ടായി. പിന്നെ നമുക്ക് ഒന്നിച്ചെന്ത് ചെയ്യാൻ പറ്റും? പിന്നീടുള്ള യാത്ര നമ്മൾ ഗവൺമെൻറ്റും സംരംഭക സമൂഹവും ഒന്നു ചേർന്നിട്ടായിരുന്നു. CII, FICCI, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എല്ലാവരും ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഭാഗം എന്ന നിലയിൽ നല്ല ചുമതലയാണ് നിർവഹിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഫീഡ്ബാക്ക് നന്നായി വന്നു. റിഫോംസ് നമ്മൾ 99% നടപ്പിലാക്കി. കേരളം വ്യവസായ സൗഹൃദത്തിൽ ഇന്ത്യയിൽ 1ാമത്തെ റാങ്കിലേക്ക് എത്തി. വീണ്ടും നമുക്ക് കൺസിക്വൻ്റ് സെക്കൻഡ് ടൈം നമുക്ക് ആ റാങ്ക് നിലനിർത്താൻ കഴിയും. അപ്പോൾ ഈ അന്തരീക്ഷം രൂപപ്പെടുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള ലാൻഡ് തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മുടെ ഒരു മെഗാ പ്രൊജക്റ്റാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാട്. കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ടാണ്. 50-50 ആണ്. നമ്മുടെ 50% എന്ന് പറഞ്ഞാൽ ലാൻഡ് കോസ്റ്റാണ്. 1710 ഏക്കർ ഭൂമിയാണ് നമ്മൾ ഏറ്റെടുത്തത്. അത് സാധ്യമായത് കിഫ്ബിയുടെ ഫണ്ടിങ് ഉള്ളതുകൊണ്ടാണ്. സാധാരണഗതിയിൽ അത്രയും ലാൻഡ് അക്വിസിഷന് ഒറ്റയടിക്ക് പണം അനുവദിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. നമ്മുടെ ബഡ്ജറ്ററി സപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഭൂമി ഏറ്റെടുക്കേണ്ടതായ പല താമസങ്ങളുണ്ടാവും. ഈ ഫണ്ട് കിട്ടുന്നതിനും കുറേ താമസം ഉണ്ടാവും. അപ്പോൾ അത് ഫണ്ട് അനുവദിക്കുമ്പോഴും നമ്മൾ എത്ര വൈകുന്നുവോ പുതിയ നിയമപ്രകാരം 12% ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ മൊത്തം എക്സ്പെൻഡിച്ചർ കൂടും. നമ്മൾ ഇൻവെസ്റ്റർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പോകുന്ന ലാൻഡിൻ്റെ വാല്യൂ കൂടും. ഇതെല്ലാം വ്യവസായത്തെതിരായി ബാധിക്കും. എന്നാൽ കിഫ്ബി കൃത്യമായി നമുക്ക് ഫണ്ട് നൽകിയതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഭൂമി ഏറ്റെടുത്ത് കൈമാറിയത് നമ്മളാണ്. അങ്ങനെ ആദ്യത്തെ അനുമതി ലഭിച്ചതും 12 കോറിഡോറുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അതിലേറ്റവും ആദ്യം ഇപ്പോൾ ലാൻഡ് ഏറ്റെടുത്തു, ടെൻഡർ വിളിച്ചു. നിർമ്മാണത്തിലേക്ക് പോയ ഏക മാനുഫാക്ചറിംഗ് സിറ്റി എന്നുള്ളത് നമ്മുടെ പാലക്കാടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.